കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി വീഡിയോകളും പുസ്തകങ്ങളും ഡോക്യുമെന്ററികളുമായി പ്രതിച്ഛായ പോരുമുറുകുമ്പോൾ യുഡിഎഫിന്റെ യഥാർത്ഥ കിങ് മേക്കർ റോളിലേക്ക് മുസ്ലിം ലീഗ് മാറുന്നു. PR വർക്കുകൾ കൊണ്ട് മാത്രം കാര്യമുണ്ടാവില്ലെന്നും പാണക്കാട് തങ്ങളുടെയും ലീഗ് നേതൃത്വത്തിന്റെയും പിന്തുണയില്ലാതെ ഒരാൾക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നുകയറാനാവില്ലെന്നും വ്യക്തമായതോടെ കോൺഗ്രസിലെ 3 പ്രമുഖ നേതാക്കളും ലീഗിനെ അനുനയിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. രമേശ് ചെന്നിത്തലയ്ക്കായി ജനനായകൻ വീഡിയോകളും AI കാർഡുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ KC വേണുഗോപാലിന്റെ ജീവിതം ഡോക്യുമെന്ററിയായും പ്രസംഗങ്ങൾ പുസ്തകമായും പുറത്തിറങ്ങുകയാണ്. VD സതീശനാകട്ടെ പ്രസംഗങ്ങളുടെ സമാഹാരമായ ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകത്തിലൂടെ തന്റെ ബൗദ്ധികവും രാഷ്ട്രീയവുമായ നിലപാടുകൾ അടിവരയിടുന്നു. എന്നാൽ ഈ പുസ്തകങ്ങൾക്കും വീഡിയോകൾക്കും അപ്പുറം നേരിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്നാൽ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കരുത്ത് ലീഗിനുണ്ടാകുമെന്ന് നേതാക്കൾ ഭയപ്പെടുന്നു. കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിനായി നടത്തുന്ന പരസ്യമായ കിടമത്സരം അനവസരത്തിനുള്ളതാണെന്ന് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം വെറുമൊരു താക്കീതല്ല. വോട്ട് എണ്ണുന്നതിന് മുൻപ് തന്നെ പദവികൾ പങ്കുവയ്ക്കുന്നതിലുള്ള അതൃപ്തി അറിയിച്ച് ലീഗ് ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തങ്ങൾക്കും അഭിപ്രായമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ KCയും വീഡിയോയും RCയും ഒരുപോലെ ആശങ്കയിലായിരിക്കുകയാണ്. KC വേണുഗോപാലിന്റെ ഡൽഹിയിലെ കരുത്തോ VD സതീശന്റെ സഭയിലെ പ്രകടനമോ രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തോ അല്ല, മറിച്ച് പാണക്കാട്ടെ പച്ചക്കൊടി ആർക്ക് അനുകൂലമായി വീശും എന്നതാണ് ഇനിയുള്ള പ്രധാന ഘടകം. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ കോൺഗ്രസ് നേതാക്കൾ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുന്നണിയെ തകർക്കുമെന്ന് ലീഗ് നേതാക്കൾ പരോക്ഷമായി ഓർമ്മിപ്പിക്കുന്നു. ഉമ്മൻചാണ്ടിയെയും ആന്റണിയെയും പോലുള്ള നേതാക്കളെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കുന്നതിലും നിലനിർത്തുന്നതിലും ലീഗ് വഹിച്ച ചരിത്രപരമായ പങ്കിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമാണ്. ഇത്തവണയും ആ ചരിത്രം ആവർത്തിക്കുമെന്നിരിക്കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് തങ്ങളുടെയും മനസ്സറിയാൻ നേതാക്കൾ അതീവ ജാഗ്രത പുലർത്തുന്നു. രമേശ് ചെന്നിത്തലയെ ഒതുക്കി KCയും വീഡിയോയും തമ്മിലുള്ള പോരായി മുഖ്യമന്ത്രി ചർച്ചകൾ ചുരുങ്ങുന്നത് കണ്ടാണ് RC പക്ഷം പെട്ടെന്ന് സജീവമായത്. എന്നാൽ ഗ്രൂപ്പ് പോരിനേക്കാൾ അധികം ലീഗ് നേതൃത്വത്തിന്റെ വിശ്വാസം നേടിയെടുക്കാനാണ് ഇവർ ഇപ്പോൾ മത്സരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഓരോ നേതാക്കളും തങ്ങളുടെ മതേതര പ്രതിച്ഛായയും ലീഗുമായിട്ടുള്ള മുൻകാല ബന്ധങ്ങളും ചർച്ചയാക്കുന്നത്. ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന മലപ്പുറത്തെ ചർച്ചകൾ കോൺഗ്രസിനുള്ളിലെ വാഴ്ത്തുപാട്ടുകാർക്ക് തിരിച്ചടിയാണ്. ചർച്ച നടത്തി നേടേണ്ടതല്ല ആ സ്ഥാനമെന്നും കോൺഗ്രസ് അത് ഔചിത്യപൂർവ്വം നൽകേണ്ടതാണെന്നും ലീഗ് പറയുമ്പോൾ ഭരണം കിട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന കടുപ്പമേറിയ വിലപേശലിന്റെ സൂചനയാണിത്. മെയ് 4 വരെയെങ്കിലും ഇത്തരം പരസ്യപോരുകൾ ഒഴിവാക്കണമെന്ന ലീഗിന്റെ നിർദ്ദേശം ഹൈക്കമാൻഡിനെ പോലും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സ്വന്തം നേതാക്കളെ വാഴ്ത്തുന്ന വീഡിയോകൾ പുറത്തിറങ്ങുമ്പോൾ അത് മറ്റ് ഘടകകക്ഷികൾക്കിടയിൽ അവിശ്വാസം വളർത്തുന്നുണ്ടോ എന്ന് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കാൻ സതീശൻ നടത്തുന്ന നീക്കങ്ങളും ലീഗ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. നേരിയ ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യത്തിൽ ലീഗിന്റെ ഓരോ സീറ്റും വിലപ്പെട്ടതാകും. അങ്ങനെയൊരു ഘട്ടത്തിൽ ലീഗിനെ പിണക്കിക്കൊണ്ട് ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനും കഴിയില്ല. ചുരുക്കത്തിൽ തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളം പോലെ കോൺഗ്രസിലെ വാദ്യക്കാർ കൊട്ടിക്കയറുകയാണ്. എന്നാൽ പൂരത്തിന്റെ ഗതി തീരുമാനിക്കുന്ന കോമരം പാണക്കാട്ടാണെന്ന സത്യം ത്രിമൂർത്തികൾ തിരിച്ചറിയുന്നു. വരും ദിവസങ്ങളിൽ പാണക്കാട് തങ്ങളെ സന്ദർശിക്കാനും ലീഗ് നേതൃത്വവുമായി രഹസ്യ ചർച്ചകൾ നടത്താനും നേതാക്കളുടെ തിരക്ക് കൂടുമെന്നുറപ്പാണ്.